സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡയാലിസിസ് രോഗികളെ ദുരിതത്തിലാക്കി കേന്ദ്ര സർക്കാർ നിർദ്ദേശം. തിരിച്ചറിയൽ പരിശോധന കർശനമാക്കിയതാണ് പ്രതിസന്ധിയായത്. ഡയാലിസിസിന് മുൻപും ശേഷവും വിരലടയാളവും കൃഷ്ണമണിയുടെ സ്കാനിങ്ങും നടത്തണമെന്നാണ് നിർദ്ദേശം. ഇതിനായി മണിക്കൂറുകളാണ് രോഗികൾ കാത്തു നിൽക്കേണ്ടി വരുന്നത്. ഒരു പ്രതികരണം കേൾക്കാം. ഇങ്ങോട്ട് കയറാനുണ്ടാവില്ല ഇങ്ങോട്ട് കയറാനുണ്ടാവില്ല. ഇപ്പോൾ നിലവിൽ ഈ ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ഏറ്റവും ടയറായ പേഷ്യൻ്റൊക്കെ ഈ ഡയാലിസിസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോൾ ക്യൂ നിന്നിട്ട് വരിക, ഞങ്ങൾ കൈ വെക്കണം, അല്ല കണ്ണ് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷവും വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഈ പരിപാടി കൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, ഞങ്ങളെ കൂട്ട് ഡയാലിസിസ് പെരിറ്റോണിയൽ വീടിൽ നിന്ന് ഡയാലിസിസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിനിപ്പോൾ മാസത്തിലൊരു വട്ടം മരുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വന്നാൽ മതി. അത് തന്നെ വീട്ടിലുള്ള ബൈസ്റ്റാൻഡർ ആരെങ്കിലും വന്നിട്ട് ഇൻഷുറൻസിൽ ഈ മരുന്ന് കിട്ടിക്കൊണ്ടുവന്നാൽ ഇപ്പോൾ നിലവിൽ ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോൾ പേഷ്യൻറ്റിനെയും കൊണ്ട് തന്നെ വരണം. പേഷ്യൻറ്റിനെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, 3 മണിക്കൂർ മുമ്പ് കണ്ണ് വെച്ചിട്ട് അത് ഫണ്ട് പാസ്സായതിനു ശേഷം പിന്നെ അത് ക്ലോസ് ചെയ്യണം. അത്രയും മണിക്കൂർ വെറുതെ ആവശ്യമില്ലാണ്ട് ആ പേഷ്യൻറ്റിനെ ഇവിടെ നിർത്തിക്കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടും തന്നെ. 4 മണിക്കൂർ അവിടെ കടന്നു വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇൻഷുറൻസിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാണെങ്കിൽ മണ്ടമാനം ടൈമിൽ ഇങ്ങനെ വരിങ്ങനെ നിൽക്കുക. അപ്പം ഭക്ഷണം വരെ കഴിക്കാൻ കഴിയുന്നില്ല. അതിനൊക്കെ ഞങ്ങൾ തന്നെ ഇന്നിപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ പെട്ടെന്ന് വിളിച്ച തന്നെ പെട്ടെന്ന് വരണം പറഞ്ഞുകൊണ്ട് 10 മണിക്ക് എനിക്ക് 12:30 ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും ഉണ്ട് നമുക്ക്. ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗികളെ ശരിക്ക് ഭയങ്കര ക്ഷീണം കൊണ്ടാണ് പുറത്തോട്ട് വരുന്നത് തന്നെ. അധികം ആൾക്കാരും വീൽ ചെയറിലും ട്രോളിയിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അധികം കുറേ ആൾക്കാരെ നമ്മൾ താങ്ങി പിടിച്ച് വരണം, കുറച്ച് ഡയാലിസിസ് കഴിഞ്ഞ് താഴെ എത്തുന്നവരെ. കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടല്ല, അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കല്ലേ, കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ വീട്ടിലേക്ക്. ഷഹദ് റഹ്മാനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷഹദ, ഇവർ ഈ പറഞ്ഞതിലുണ്ടായ എല്ലാം എന്തിനാണ് ഈ പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവർ നിസ്സഹാരായ മനുഷ്യരാണ്, ഡയാലിസിസ് രോഗികളാണ്, വലിയ ക്ഷീണം അനുഭവിക്കുന്ന ആളുകളാണ്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ 4-5 മണിക്കൂറിലൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിർത്തേണ്ട ഒരു സാഹചര്യം എന്താണ്? നമുക്കറിയേണ്ടത് മുൻപ് എന്തായിരുന്നു ഈ ഒരു സുരക്ഷാ പരിശോധനയുടെ രീതി, അത് ഇത്ര സങ്കീർണമാക്കിയത് എന്തുകൊണ്ടാണ്, അത് ഈ തരത്തിലേക്ക് മാറ്റിയപ്പോൾ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന രോഗികളാണ് ഈ ഡയാലിസിസ് രോഗികൾ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഡയാലിസിസിന് പോകുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങൾ അവർക്ക് ഉണ്ടാകില്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുക. പലരുടെയും സഹായത്തോടു കൂടിയൊക്കെ തന്നെയാണ് പലരും ആശുപത്രിക്ക് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ആരോഗ്യ പരിരക്ഷയുടെ കീഴിലുള്ള ഓരോ ഡയാലിസിസ് രോഗികൾക്കും ഏകദേശം 15,500 രൂപയൊക്കെയാണ് അനുവദിക്കുക ഓരോ മാസവും. അങ്ങനെ ആകുന്ന ഘട്ടത്തിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം, അതായത് ഈ 15,500 രൂപ അനുവദിക്കുന്ന സമയത്ത് ഇവർ ഇത്തരത്തിൽ ഐഡന്റിഫിക്കേഷൻ നടത്തണം. അതായത് കണ്ണിന്റെ കൃഷ്ണമണിയുടെയും അതുപോലെ തന്നെ മറ്റ് ഇവരെ തിരിച്ചറിയുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കണം. മുൻകാലങ്ങളിൽ അത് അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ കേന്ദ്ര നിയമപ്രകാരം ഓരോ തവണയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാകുന്ന ഘട്ടത്തിലാണ് ഇത് വലിയ ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ആകുന്നത്. കാരണം രാവിലെ പോകുന്ന സമയത്ത് ഏകദേശം 3 മണിക്കൂർ മുൻപേ പോകണം. ആ 3 മണിക്കൂർ മുന്നേ പോയി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി അവിടെ ക്യൂ നിന്ന് വേണം ഈ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി. ആ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 3-4 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രക്രിയ പൂർത്തിയാവുക. അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക. ആ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പരിശോധന നടത്തണം എന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മണിക്കൂറുകൾ വീണ്ടും വരി നിൽക്കണം. പ്രത്യേകിച്ച് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാതായിരിക്കും അവർ ഈ ഡയാലിസിസ് സെന്ററിലേക്ക് കയറുന്നുണ്ടാവുക. അങ്ങനെ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഒരാളുടെ സഹായമില്ലാതെ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ അവിടെ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും പ്രായമായ ആളുകളാകും, കൂടാതെ കിടപ്പിലായ രോഗികളായിരിക്കും, പരസഹായമില്ലാതെ ഒരു തരത്തിലും ആശുപത്രിയിലേക്ക് വരാനോ പോകാനോ സാധിക്കാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും സമാനമായ രീതിയിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള
ഈ പരിശോധനകൾ പൂർത്തിയാക്കുകയും പിന്നീട് അവരുടെ മരുന്നുകൾ അവരുടെ ബന്ധുക്കൾ വാങ്ങിക്കൊണ്ട് പോയി ചെയ്താൽ മതിയായിരുന്നു. അത് മാസത്തിൽ ഒരിക്കൽ ആശുപത്രിയിൽ വരിക, ആ മരുന്ന് വാങ്ങിക്കൊണ്ട് പോവുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും അതുപോലെ തന്നെ സ്റ്റാഫ് ജീവനക്കാരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും കുടുംബക്കാർക്ക്. അവരത് അതുപോലെ ചെയ്യുകയാണ് ചെയ്യുക. അത് കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. കാരണം അവർ കിടപ്പ് രോഗികളായതുകൊണ്ട് ഈ ആശുപത്രിയിലേക്ക് എപ്പോഴും വരാൻ സാധിക്കില്ല എന്നതുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ ആ രോഗികളും മാസത്തിൽ 3 തവണ ഇത്തരത്തിൽ ആശുപത്രിയിൽ കയറി ഇറങ്ങണം. മാത്രവുമല്ല അവരും സമാനമായ രീതിയിൽ ഈ പരിശോധനകൾ നടത്തണം. കണ്ണിന്റെ കൃഷ്ണമണിയുടെയും മറ്റ് വിരലടയാളം ഒക്കെ തന്നെ നടത്തണം. അപ്പോഴും അവിടെ ഈ മണിക്കൂറുകൾ കാത്തുകെട്ടി കിടക്കണം. അപ്പോൾ നേരത്തെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ഈ നിയമം അത് പരിഷ്കരിക്കണം, അല്ലെങ്കിൽ ആ നിയമം ആ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ കാത്തുകെട്ടിക്കിടപ്പ് അത് ഇവരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്, വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. ഈ നിയമവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും വേണം. അത് എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ സുതാര്യമായിരിക്കണം. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇതിപ്പോൾ രോഗികളായിട്ടുള്ള ആളുകളെ കൂടുതൽ ഉപദ്രവിക്കുന്നതിന് വേണ്ടി എന്തോ ഒരു പ്രതികാരം തീർക്കുന്ന പോലെയാണ്. കാരണം ഇത്ര രോഗികളെ ഇത്ര ക്യൂവിൽ നിർത്തുക. ഇപ്പോൾ നേരത്തെ ആളുകൾ പ്രതികരിക്കുമ്പോൾ അവർ പറയുകയാണ് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ചികിത്സയ്ക്ക് പോകുന്നത്. ഇതിപ്പോൾ കൂടുതൽ വലിയ രോഗിയായി വീട്ടിലേക്ക് തിരിച്ചുപോയി തളർന്നു കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് രോഗികൾ മാറുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമത്തിലൊരു മാറ്റം വരുത്തി എന്നുള്ള എന്തെങ്കിലും വിശദീകരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു വിശദീകരണമില്ല. കാരണം ഇത് സംസ്ഥാനം അടിച്ചേൽപ്പിച്ച ഒരു പരിഷ്കരണമല്ല, കേന്ദ്ര നിയമപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ആകെ കിട്ടിയിട്ടുള്ള വിശദീകരണം. അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തന്നെ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ ഈ രോഗികൾ എല്ലാവരും ചേർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്രണ്ടിന്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നമാണ്. ഇപ്പോൾ അവർ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ അനുബന്ധ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കാരണം ഇവരെ ഈ കാത്തുകെട്ടിക്കിടക്കുന്ന പാവപ്പെട്ട വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളാണ്. അവർക്ക് കുറെ കൂടി ലളിതമാക്കി കൊടുക്കണം ഈ പ്രക്രിയകൾ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒറ്റ ആവശ്യമേ അവർ ഉന്നയിക്കുന്നുള്ളൂ. നേരത്തെ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് നിലവിൽ അവർ ഉന്നയിക്കുന്നത്. നമ്മൾ നേരത്തെ അവിടെ പോയി കണ്ടതാണ്. നമ്മൾ ഈ വാക്കുകളിൽ പരാതി പറയുകയോ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല അല്ലെ? അത് വളരെ അവർ തന്നെ മനസ്സോടുകൂടി സ്വമനസാല തന്നെ അത് ചെയ്യാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഈ രോഗികൾ ആരും കാണിച്ചിട്ടുമില്ല. നേരത്തെയുള്ള നിയമങ്ങൾ അവർക്കെല്ലാം സ്വീകാര്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ചെക്കിംഗ് നടത്തുക, അതായത് നമ്മൾ ഇത്തരത്തിൽ ഒരു 15,500 രൂപ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായിട്ട് ഇവർക്ക് ലഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നടപടിക്രമം മാത്രമാണ് ഈ കണ്ണിന്റെ കൃഷ്ണമണി പരിശോധിക്കുക, കൈയിന്റെ തമ്പ് വെക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അത് അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. മാത്രമല്ല അത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങൾ നോക്കി, തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കി അവരുടെ ബന്ധുക്കൾ വന്ന് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർ വന്ന് അത്തരത്തിൽ ആ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മാസത്തിൽ 3 തവണ വരണം എന്ന് മാത്രമല്ല, ഈ ഡയാലിസിസിന് ശേഷവും ആശുപത്രിയിൽ ഇത്തരത്തിൽ കാത്തുകെട്ടി കിടക്കുന്നു എന്ന് പറയുന്നത് രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബന്ധുക്കൾ വന്ന് മരുന്ന് വാങ്ങി കൊണ്ടുപോകേണ്ട നടപടി പോലും പൂർണ്ണമായിട്ടും നിർത്തി ഇപ്പോൾ ഈ കിടപ്പിലായ രോഗികൾ തന്നെ നേരിട്ട് വന്ന ഇത്തരത്തിൽ ഈ മരുന്ന് വാങ്ങണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ കിടപ്പ് രോഗികളെ സംബന്ധിച്ചും ഇത്രയും അധികം വേദന തന്ന രോഗികളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം. കാരണം വലിയ പ്രയാസം അനുഭവിക്കുന്ന, വേദന തന്ന വലിയൊരു വിഭാഗം മനുഷ്യനാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. അപ്പോൾ അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു സർക്കാർ നടപടി ഈ വിഷയത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ട് ശക്തമായ ഇടപെടലിന് അല്പം പരിമിതി ഉണ്ടാകാം. എങ്കിലും നമ്മുടെ ആരോഗ്യവകുപ്പിന് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയില്ലേ? നിർദ്ദേശം സമർപ്പിക്കാൻ കഴിയില്ലേ? ഒരു തിരുത്തലിന് ശ്രമിക്കാൻ കഴിയില്ലേ ഷഹദ? അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലേ? അത് ചോദിക്കാനുള്ള കാരണം ഈ ആരോഗ്യവകുപ്പ് തന്നെ എനിക്ക് മതി എന്ന് ചോദിച്ചു വാങ്ങിച്ച് നമ്മുടെ ഏറ്റവും പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങൾ, മികച്ച ചില ഇടപെടലുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെത്തിയാൽ ഉറപ്പായും ഒരു ഇടപെടൽ ഉണ്ടാകും.
തീർച്ചയായും ഷിയാസ, കേന്ദ്ര നിയമമാണ് എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. മാത്രവുമല്ല, രോഗികൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യവും സർക്കാരിന് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര നിയമമാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ടും കൈയൊഴിയാൻ സാധിക്കില്ല. കാരണം സംസ്ഥാന സർക്കാരിനും ഇതിൽ വലിയ റോളുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ നിയമത്തിനോ അല്ലെങ്കിൽ ഈ പഞ്ച് ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഈ രോഗികൾ ആരും തന്നെ എതിരല്ല. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച സേവനം ലഭ്യമാകുന്നുണ്ട് എന്ന കാര്യവും അവർ പറയുന്നുണ്ട്. യാതൊരു പരാതിയുമില്ല. പക്ഷേ അത് സങ്കീർണമാക്കിയതിലുള്ള വിഷമം മാത്രമാണ് ഇപ്പോൾ ഈ രോഗികൾ പറയുന്നത്. നമ്മൾ ആരോഗ്യമന്ത്രി കെ മുരളീധരനെ ഫോണിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം കോൾ കണക്ട് ആയില്ല. പക്ഷേ ഉറപ്പായും ഈ വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡയാലിസിസ് രോഗികളെ വലിയ തരത്തിൽ ദുരിതത്തിലാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിർദ്ദേശം. തിരിച്ചറിയൽ പരിശോധന കർശനമാക്കിയതാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. ഡയാലിസിന് മുൻപും ശേഷവും വിരലടയാളവും കൃഷ്ണമണിയുടെ സ്കാനിങ്ങും നടത്തണമെന്നുള്ള നിർദ്ദേശം 3-4 മണിക്കൂർ തളർന്നിറങ്ങുന്ന രോഗികളെ ക്യൂവിൽ നിർത്തുന്ന, ഭക്ഷണം പോലും കഴിക്കാതെ അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്.